ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് റവ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട റെസിപ്പിയുമായിട്ടാണ്. കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. സാമ്പാർ അല്ലെങ്കിൽ പിന്നെ ചട്നി എന്തുപയോഗിച്ചും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരെ ഇത് ടേസ്റ്റായിട്ട് കഴിക്കാം. ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് 2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് ഫസ്റ്റിൽ വേണ്ടത്. 2 കപ്പ് വെള്ളത്തിന് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തത്. നിങ്ങൾ അര കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് പക്ഷേ ഇപ്പോഴൊന്നും ചേർക്കേണ്ട. ഇപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ്. തിളച്ച് കഴിഞ്ഞാൽ പറഞ്ഞ അളവിൽ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത സ്പോട്ടിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. വറുത്ത റവയാണോ വറുക്കാത്ത റവയാണെങ്കിൽ രണ്ടായാലും പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അതെടുക്കാം. ഞാൻ വറുക്കാത്ത റവയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് വെള്ളം അബ്സോർബ് ആവുന്നവരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ തന്നെ ഡ്രൈ ആയി കിട്ടണം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത്. എനിക്ക് ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം, മല്ലിയില. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് അങ്ങനെ നാടൻ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്കത് അതിൻ്റെ ഷേപ്പാക്കി എടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കറിവേപ്പില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. അത് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. ചേർത്ത് കൊടുക്കുന്നതിനുള്ള കാരണം അതിൻ്റെ തൊലി ഭാഗമൊക്കെ വട ഉണ്ടാക്കി കഴിയുമ്പോൾ തൊലി ഭാഗം നല്ല ക്രിസ്പിനെസ് ഫീൽ ഉണ്ടാവും. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതാണ് ഇപ്പോൾ ചേർത്തത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ കൈവച്ച് തന്നെയാണ് കുഴക്കുന്നത്. തവി വെച്ച് എനിക്കൊരു കംഫർട്ട്നെസ് കിട്ടുന്നില്ല. നിങ്ങളതുപോലെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് തവി വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കുഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിലൊട്ടി പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കുക. കുറച്ച് ടൈം കുഴച്ചെടുത്ത് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബോൾ കയ്യിലെടുക്കുക. ബോള് കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ എന്തായാലും ചെറിയൊരു നമുക്ക് കംഫർട്ട്നെസ് ഉണ്ടാവും. അതിനായിട്ട് കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് ബോളാക്കി എടുക്കുക. അതിനുശേഷം വടയുടെ ഷേപ്പിൽ വിരൽ വെച്ച് റൗണ്ട് ചെയ്തിട്ട് വിരൽ വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി, ഇതായി കാണുന്ന പോലെ. എന്നിട്ടൊന്ന് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വട അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ തന്നെ അതിലേക്കിട്ട് തിരിച്ചിട്ടെടുത്ത് റെഡിയാക്കി എടുക്കുക. ഞാൻ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയാലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. റവ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള് വേവില്ല എന്നില്ല പേടിയൊന്നും വേണ്ട. നമ്മൾ റവ ഓൾറെഡി ആ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചതല്ലേ, അപ്പോൾ റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതല്ലേ നമുക്ക്. അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് കളർ പെട്ടെന്ന് ചേഞ്ചായി കിട്ടുമ്പോൾ ആ ഒരു ഉള്ളു വേവില്ല എന്നല്ല ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ, അപ്പോൾ അങ്ങനെയൊന്നുമല്ല, രണ്ടാൾക്കും ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. ചട്നി ഞാൻ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയത്. ഞാനിത് പ്ലെയിനായിട്ട് കഴിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ മക്കൾ പറഞ്ഞു എന്തായാലും ചട്നി വേണമെന്ന്. അപ്പോൾ ഫ്രീ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും
2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയ പീസ് ഉള്ളി എന്നിവയൊക്കെ ഇട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കടുകും താളിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത ചട്നിയാണിത്. അപ്പോൾ വടയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ? ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന വീഡിയോ ആരെങ്കിലും ട്രൈ ചെയ്തിനാ? അതറിയാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ടോ, അല്ല വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോവുകയാണോ? അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസിൽ വീഡിയോയിൽ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരും. ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.